അശ്വതി, ഭരണി, കാർത്തികക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. അതിലിപ്പോൾ രാഹുവിൻ്റെ ദശയിൽ കൂടി കടന്നു പോകുന്ന അശ്വതി നക്ഷത്രക്കാർ ഈ 7.5 ശനിയിലെ ജന്മശനിയും 6-ലെ വ്യാഴവും കൂടി ഒരുമിച്ച് വരുന്ന സമയം വളരെ ശ്രദ്ധിക്കണം. അപ്പോഴതിനു മുമ്പ് അവർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് പ്രകൃതി കൊടുത്തിരിക്കുന്ന സമയമാണ് ഇപ്പോഴുള്ള 4-ൽ വ്യാഴവും അടുത്തതായിട്ട് വരാൻ പോകുന്ന 1 വർഷത്തിന് കഴിയുമ്പോൾ വരാൻ പോകുന്ന 5-ൽ വ്യാഴവും നിൽക്കുന്ന സമയം. ഈ 4-ൽ വ്യാഴം ഉച്ചസ്ഥനായതുകൊണ്ടും 5-ലെ വ്യാഴം ചിങ്ങം രാശിയിൽ ആദിത്യ ക്ഷേത്രത്തിലായതുകൊണ്ടും അവർക്ക് 7.5 ശനി ഉണ്ടെങ്കിലും പ്രവൃത്തികളെല്ലാം മനോഹരമാക്കാൻ കഴിയും. എന്നാൽ അത് കഴിഞ്ഞാൽ ഉടനെ 6-ലെ വ്യാഴവും ജന്മശനിയും കൂടി വരുമ്പോൾ അവരുടെ കൈകളിൽ നിന്ന് എല്ലാ പിടികളും പോകുന്ന സമയമാണ്. ആ സമയത്ത് വാഹനാപകട സാധ്യതയൊക്കെ വരും. ജന്മശനിയിൽ കുജക്ഷേത്രത്തിലേക്കുള്ള ശനിയുടെ വരവ്, വാഹനാപകട സാധ്യത, തർക്കങ്ങൾ നിമിത്തമുള്ള ദുഃഖങ്ങൾ, സ്വജനങ്ങൾ തള്ളിപ്പറയൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള ഭാര്യ, മക്കൾ ഇങ്ങനെയൊക്കെയുള്ളവരിൽ നിന്നുള്ള ശക്തമായ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചൊവ്വയുടെ രാശിയിലേക്ക് ശനി വരുമ്പോഴുള്ള അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഭരണിക്കാരും ശ്രദ്ധിക്കണം. രാഹുവിൻ്റെ ദശ, ആദിത്യ ദശ, ഭരണി പുരാടം ആദിത്യ ദശയിൽ ജനിക്കുന്ന അതിലെ കുഞ്ഞുകുട്ടികൾ, വളരെ കുഞ്ഞുകുട്ടികളെല്ലാം കൗമാരത്തിലേക്കും ബാല്യത്തിലേക്കും എത്തിയ, ശൈശവം കഴിഞ്ഞിട്ട് ബാല്യ കൗമാരങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആദിത്യ ദശയിലുള്ള ഭരണിക്കാരും ഭരണി നക്ഷത്രക്കാരും രാഹുവിൻ്റെ ദശയിലൂടെ കടന്നു പോകുന്നവരും ശനിയുടെ ദശയിലൂടെ കടന്നു പോകുന്നവരും വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടി വരും. ജന്മശനിയും 6-ലേക്ക് വ്യാഴവും കൂടി വരുന്ന സമയത്ത് ബുദ്ധിമോശം ധാരാളം സംഭവിക്കുന്ന സമയമായിരിക്കും. അതിനു മുമ്പ് അവരും ഈ 4-ലെ വ്യാഴവും 5-ലെ വ്യാഴവും ഇരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തോണം. അപ്പോഴേക്ക് നമ്മളുടെ ശനി ഇങ്ങനെ 12-ലെ 7.5 ശനി മാത്രമായിരിക്കും. അതുകൊണ്ട് ആ സമയത്തേക്ക് കാര്യങ്ങൾ തീർക്കേണ്ടതായിട്ട് വരും. എല്ലാ കാര്യങ്ങളും സമഗ്രമായി ചെയ്തു കൊള്ളണം എന്നാണ് കാണുന്നത്. സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു പരുവാക്കി വയ്ക്കുക. വസ്തുവകകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ഏതൊക്കെ വീതം എന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനമാക്കി വയ്ക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നീങ്ങണം. ഇപ്പോഴാണെങ്കിൽ വ്യാഴം അനുകൂലമായതുകൊണ്ട് ധാരാളം കാശ് വരാനും, എന്നാൽ 7.5 ശനി പിടിപെട്ടിരിക്കുന്നത് കൊണ്ട് ബുദ്ധിമോശങ്ങൾ സംഭവിക്കാനും, ബുദ്ധിമോശത്തിൻ്റെ ഫലം ഇപ്പോൾ കാണുകയില്ല. അത് 6-ലേക്ക് വ്യാഴം വരുമ്പോഴും ജന്മശനി വരുമ്പോഴും കൂടി ആയിരിക്കുന്ന സമയത്തായിരിക്കും കാണുന്നത്. ഇപ്പോഴെല്ലാത്തിലും ഒരു ധൂർത്തോ, ഒരുപാട് കാര്യങ്ങൾ പൈസ മുടക്കുകൾ, പൈസ വരുന്ന സമയമായതുകൊണ്ട് 7.5 ശനി ആണെങ്കിലും കാശ് വന്നുകൊണ്ടിരിക്കും. ആർഭാടം, ആഡംബരം, പൊതുജനഹിതത്തിനനുസരിച്ചുള്ള പ്രവർത്തനം, അത് ചിലപ്പം അധാർമികമോ ധാർമ്മികമോ ആയിരിക്കാം, എങ്കിലും ആളുകളുടെയൊക്കെ ഇടയിൽ ശോഭിച്ച് തന്നെ നിൽക്കും. ധർമ്മമോ അധർമ്മമോ എന്നുള്ളതല്ലല്ലോ വിഷയം. സമയം അനുകൂലമാണെങ്കിൽ അധർമ്മിയും ശോഭിക്കുന്ന കാലയളവുണ്ട്. അതുപോലെയുള്ള കാലയളവാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. പിന്നെ കാർത്തികക്കാലുകാരുണ്ട്. അശ്വതി, ഭരണി, കാർത്തികക്കാല്. അതിൽ കാർത്തികക്കാലുകാരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാർത്തിക ഉത്രാടം ആദിത്യ ദശയിലാണല്ലോ. അതുപോലെ അതിപ്പോൾ ഉത്രാടത്തിനെ ഇവിടെ പിടികൂടുന്നില്ല, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ. ഇപ്പോൾ കാർത്തികക്കാർ ഭരണി നക്ഷത്രക്കാരുടെ ഫലം കഴിഞ്ഞ് കാർത്തികക്കാലുകാരിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇവർ 3 പേരും ഒരു കൂറായതുകൊണ്ട് ആണ് പറയുന്നത്. ആദിത്യ ദശയിലുള്ള ജനിച്ച കുട്ടികൾ സൂക്ഷിക്കണം. അവരും അവരുടെ കർമ്മഫലങ്ങൾ പൂർവ്വജന്മ കർമ്മഫലത്താൽ ദുഃഖിക്കേണ്ടി വരുന്ന. എന്നാൽ അതിലെ ശനിദശ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, രാഹുവിൻ്റെ ദശയുണ്ട്. രാഹുവിൻ്റെ ദശയെ നേരിടുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അവർ ഈ ജന്മത്തിലെ കർമ്മഫലത്താൽ 7.5 ശനിയിലെ ജന്മശനിയുടെ ഫലവും 6-ലെ വ്യാഴത്തിൻ്റെ ഫലവും കൂടി ഒരുമിച്ച് അനുഭവിക്കുന്ന ഘട്ടങ്ങൾ വരും. അതും വളരെ ശ്രദ്ധിക്കണം. അത് കുറഞ്ഞൊരു പിരീഡാണെങ്കിലും അങ്ങേയറ്റം ദുഃഖകരമായിരിക്കും ആ സമയം. അതുകൊണ്ട് അതിനുവേണ്ടി അതിൻ്റെ ദോഷങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി ഇപ്പോഴേ മുൻകൂട്ടി പ്രവർത്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് 4-ലെ വ്യാഴവും 5-ലെ വ്യാഴവും കിട്ടുന്ന ഈ 2 വർഷ കാലയളവ്, ഇപ്പോൾ 4-ലേക്ക് വ്യാഴം വന്നു, ഈ 4-ലെ വ്യാഴവും 5-ലെ വ്യാഴവും പരമപ്രധാനമായി നീക്കണം. ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കാവൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 7.5 ശനി ബാധിച്ചിരിക്കൊണ്ട് അധർമ്മ പ്രവൃത്തികൾ ഇവരിലും ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. എന്നാൽ അധർമ്മ പ്രവൃത്തികളുടെ ദുഃഖഫലങ്ങളും ദുരിതഫലങ്ങളും ഒന്നും അവരെ ബാധിക്കുകയില്ല. ഈ ജന്മശനിയും 6-ൽ വ്യാഴവും കൂടെ വരുമ്പോൾ അത് ബാധിക്കുകയും ചെയ്യും. കൂടുതലും ചൊവ്വയുടെ രാശിയിൽ ജനിച്ചിരിക്കുന്നവർക്ക് 7.5 ശനി വരുമ്പോൾ ഒരുപാട് തെറ്റായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് വളരെ പ്രത്യേകിച്ച് ചൊവ്വയോട് സാദൃശ്യമുള്ള കേതുവിൻ്റെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കണം. പിന്നെ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണി എന്നിവരെയും ശ്രദ്ധിക്കണം. ജലത്വം കൂടും ഭരണിക്കാർക്ക്. ചൊവ്വ പിന്നെ കേതുവിൻ്റെ നക്ഷത്രമാകുന്ന അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ, അവർക്ക് എല്ലാത്തിലും അമിതമായ എടുത്തുചാട്ടം വരും.
ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കണം. രേവതി നക്ഷത്രക്കാർക്കോ? രേവതി നക്ഷത്രക്കാർക്കൊക്കെ ഏഴരശനി ഇപ്പോൾ ജന്മശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കുറേയേറെ ദുരിതങ്ങളും ദുഃഖങ്ങളും ധനനാശമൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വ്യാഴം അനുകൂലമായെന്ന് വിചാരിച്ച് പലരും ശാന്തമായിരിക്കുക. പക്ഷേ അതും ഒരു ശാന്തം എന്ന് പറയാനൊക്കെ ഇല്ല. കാരണം ഏഴരശനി ബുധൻ്റെ നക്ഷത്രക്കാർക്കുള്ള ഏഴരശനിയല്ലേ. ഏഴരശനിയിലെ ജന്മശനി കണ്ടകശനി അഥവാ ജന്മശനിയാണ്. അപ്പോൾ ബുധ നക്ഷത്രമാകുന്ന രേവതിക്കാരുടെ ജന്മശനി വളരെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. വ്യാഴം അനുകൂലമാണെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഫലം പലതും അത്ര ഗുണകരമായിട്ടല്ല.